ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സന്നിധാനത്തെ SITയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. വിവാദ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലേക്ക് അയക്കും. SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. സന്നിധാനത്തെ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ചത്. വലിയ ഭാഗങ്ങളാണ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചത്. ഓരോ പാളികളിൽ നിന്നും 3 സാമ്പിളുകൾ വീതം ശേഖരിച്ചു. പരിശോധന 2 ദിവസം നീണ്ടുനിന്നു. പാളികളിലെ സ്വർണത്തിന്റെ കൃത്യമായ അളവ് തിട്ടപ്പെടുത്തുന്നതിനോടൊപ്പം അവയുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിക്കുക എന്നതാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജാംഷഡ്പൂരിലേക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. അതേസമയം SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നല്ലപോലെ അന്വേഷിക്കുന്നതാണ്. അതിന്റെ ഹൈക്കോടതി അതിന് പ്രോപ്പറായിട്ട് സൂപ്പർവൈസിംഗ് കൊടുക്കുന്നു. കേസിൽ CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ CBI അന്വേഷണമാണെന്ന് പറയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 5 CBI കേസ് കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചോളൂ. നമ്മളെല്ലാം മനസ്സിൽ ഈ CBI കേസ് മമ്മൂട്ടി കേസാണ്. അമ്മാതിരി കേസിനെ പറ്റിയാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർണ്ണപ്പാളിയുടെ അളവിലും തൂക്കത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടെന്നാണ് വിവരം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.